5 വഖ്ത് നിസ്കാരങ്ങളുടെ നിയ്യത്താണ് സ്ക്രീനിൽ കാണുന്നത്. നിയ്യത്തിൽ 3 കാര്യമാണ് നിർബന്ധമായി നാം കൊണ്ടുവരേണ്ടത്. ഞാൻ നിസ്കരിക്കുന്നു എന്നും, ഏത് നിസ്കാരമാണോ നിസ്കരിക്കുന്നതെന്നും, ഫർളാണെങ്കിൽ ഫർള് എന്നും കരുതലാണ് നിയ്യത്തിൽ നിർബന്ധമായും കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന്, സുബഹി നിസ്കാരമാണ് നാം നിസ്കരിക്കുന്നതെങ്കിൽ ഉസല്ലി ഫർള സുബഹി അത്രയും പറഞ്ഞാലും നിർബന്ധമായ നിയ്യത്ത് ആകുന്നതാണ്. ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു, ഫർള സുബഹി സുബഹി എന്ന ഫർളിനെ. അതിനുശേഷമുള്ള റക്അത്തുകളുടെ എണ്ണം ഖിബലയ്ക്ക് മുന്നിട്ട് അദാ ആയിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയ്യത്തിൽ കൊണ്ടുവരേണ്ട സുന്നത്തായ കാര്യങ്ങളാണ്. നമ്മൾ പരിപൂർണമായ നിയ്യത്ത് തന്നെയാണ് പഠിച്ചു വെക്കേണ്ടത്. നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയ്യത്ത് മനസ്സിൽ കരുതുകയാണ് ചെയ്യേണ്ടത്. ഖൽബിയായ ഒരു ഫർളാണ്, മനസ്സിൽ കരുതുകയാണ് ചെയ്യേണ്ടത്. വാഗുണ്ട് പറയൽ സുന്നത്തുമുണ്ട്. ഒരാൾ മനസ്സിൽ കരുതാതെ വാഗുണ്ട് മാത്രം പറഞ്ഞാൽ അവൻ്റെ നിസ്കാരം ശരിയാവുകയില്ല. മനസ്സിൽ കരുതുന്നതിനോടൊപ്പം അത് ഉച്ചരിക്കലും സുന്നത്താണ്. മനസ്സിൽ കരുതൽ നിർബന്ധമാണെന്നുള്ള കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അതേത് നിയ്യത്താണെങ്കിലും, നിസ്കാരത്തിൻ്റെ ആണെങ്കിലും വുളൂഇൻ്റെ ആണെങ്കിലും നോമ്പിൻ്റെ നിയ്യത്തുകളാണെങ്കിലും മനസ്സിൽ കരുതലാണ് നിർബന്ധമായിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. സുബഹി നിസ്കാരത്തിൻ്റെ നിയ്യത്താണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഉസല്ലി ഫർള സുബഹി റക്അത്തൈനി. റക്അത്തൈനി എന്നാണ് 2 റക്അത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലതി. മുത്തവജ്ജിഹൻ, ഇവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ചില കുട്ടികൾ മുത്തവജ്ജിഹൻ എന്നത് മുത്തവജ്ജിഅൻ എന്ന ഐനായിട്ട് പറയലുണ്ട്. അപ്പോൾ നമ്മൾ മദ്രസയിലൊക്കെ കുട്ടികളോട് ഉച്ചാരണം തെറ്റുന്നതാണോന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുട്ടികളെ കൊണ്ട് എഴുതിച്ചു നോക്കുമ്പോൾ അവരെഴുതുന്നതും മുത്തവജ്ജിഅൻ എന്ന് തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുത്തവജ്ജിഹൻ എന്നാണ്. മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ഉസല്ലി ഫർള സുബ്ഹി റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ബ്രാക്കറ്റിൽ മഅൽ ഇമാമി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂമായിട്ടാണെങ്കിൽ ആ നിയ്യത്തിൻ്റെ അവസാനം മഅൽ ഇമാമി എന്നുകൂടി കരുതുക. ഇനി നമ്മൾ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമൻ എന്നും നമ്മൾ ചേർത്ത് കൊടുക്കുക. ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി ഫർളൽ ളുഹരി 4 റക്അആത്തിൻ. 4 റക്അആത്തിൻ, 4 റക്അത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. അസ്ർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി ഫർളൽ അസ്രി 4 റക്അആത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. മഗ്രിബ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി ഫർളൽ മഗ്രിബി 3 റക്അആത്തിൻ. മഗ്രിബ് 3 റക്അത്താണല്ലോ. ഇവിടെ ചില കുട്ടികൾ 3 റക്അത്തൈനി എന്ന് പറയലുണ്ട്. അത് തെറ്റാണ്. 3 റക്അആത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ഇശാ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി ഫർളൽ ഇശാഇ 4 റക്അആത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. എല്ലാ നിസ്കാരത്തിൻ്റെയും നിയ്യത്തിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ മഅൽ ഇമാമി എന്ന് കൊടുത്തത് നമ്മൾ മഅ്മൂമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മഅൽ ഇമാമി എന്ന് കരുതണം. നമ്മൾ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമൻ എന്നുകൂടി കരുതുക. പ്രത്യേകം ഒന്നുകൂടി ഉണർത്തുന്നു, നിയ്യത്ത് മനസ്സിൽ കരുതൽ നിർബന്ധമാണ്.